കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ മാറയെ മധുരമാക്കുവാൻ കഴിയുള്ള കർത്താവ്, നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുവാൻ കഴിയുള്ള നമ്മുടെ കർത്താവ്, ജീവിതത്തിന്റെ ഏത് തകർന്ന മേഖലകളെയും പണിയുവാൻ കഴിവുള്ള നമ്മുടെ യേശു കർത്താവ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഒരു പിതാവ് തന്റെ മകനുമായി യേശുവിന്റെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. ആ പിതാവ് മാനസികമായി തകർന്ന മനുഷ്യനാണ്. അതിന്റെ കാരണം, തൻ്റെ മകൻ ഒരു വല്ലാത്ത ആത്മാവിന്, ഒരു ഊമ ആത്മാവിന് അടിമപ്പെട്ടവനാണ്. അത് മാത്രമല്ല, പലപ്പോഴും തീയിലും വെള്ളത്തിലും അവനെ ഇട്ട് നശിപ്പിക്കുവാൻ, അവനെ കൊന്നുകളയുവാൻ അവനിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവ് പലപ്പോഴും അതിനായി അവനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. മാനസികമായി തകർന്ന ഒരു കുടുംബം, ഒരു മകൻ ഭൂതത്തിന്റെ ഉപദ്രവത്താൽ ഭാരപ്പെട്ട് കഴിയുകയാണ്. പല വഴികൾ തേടി അവസാനം യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്കും അവനെ കൊണ്ടുവന്നു. പക്ഷെ അവർക്കും ആ കാര്യങ്ങളെ പരിഹരിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. തൻ്റെ പ്രതീക്ഷകൾ എല്ലാം അറ്റുപോയി. താൻ ഒത്തിരി ഭാരപ്പെടുകയാണ്. എന്നാൽ വിഷയമറിഞ്ഞ യേശു അവരോട് പറയുന്നു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന്. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പറയുകയാണ്. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ സൗഖ്യത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി പല വഴികൾ തേടി, പലയിടങ്ങളിൽ തട്ടി മുട്ടി മുൻപോട്ട് പോകുന്ന അനുഭവങ്ങളാണോ? എങ്ങും പോയിട്ട് ജീവിതത്തിൽ ഇതുവരെ ഒരു പരിഹാരം ലഭിച്ചിട്ടില്ലയോ? എന്നാൽ ഇതാ, പരിഹാരം തരുവാൻ കഴിവുള്ള ഒരുവൻ, സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരുവൻ, നിന്റെ മാറയെ മധുരമാക്കുവാൻ കഴിവുള്ളത് ഒരുവൻ, അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു പറയുന്നു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഈ വചനത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലുക. നിന്റെ ഭാരം അവനോട് പറയുക, നിന്റെ വേദനകൾ അവനോട് പറയുക. ഇതേ, ആ പിതാവ് യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഗുരു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. അപ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്, എന്നാൽ എന്തെങ്കിലും കഴിയുമെങ്കിലോ? ഉടൻ തന്നെ അവന് മനസ്സിലായി, ആ വാക്ക് യേശുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് അവിശ്വാസത്തിന്റെ വാക്കുകളാണ്. യേശുവിനെല്ലാം ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ്. ഉടൻ തന്നെ ആ പിതാവ് പറയുന്നു, എൻ്റെ അവിശ്വാസത്തെ ശാസിക്കണമേ, അങ്ങേക്കെല്ലാം ചെയ്യുവാൻ കഴിയും എന്ന്. യേശു പറയാണ്, വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ പ്രശ്നങ്ങൾ യേശുവിനോട് പറഞ്ഞാൽ യേശു പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരശുശ്രൂഷയിൽ കുഞ്ഞുങ്ങളുടെ വിഷയവുമായി 2 പേർ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ടുണ്ട്. ഒന്ന് പള്ളിപ്രമാണിയായ യായിറോസാണ്. തൻ്റെ ഏക മകൾ രോഗം പിടിച്ച് മരിപ്പാറായ അവസ്ഥകളിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വേദനയോടെ യായിറോസ് ചെന്ന് യേശുവിൻ്റെ പാദപീഠത്തിൽ വീണിട്ട് പറയാണ്, കർത്താവേ, എന്നോട് മനസ്സലിയണമേ, നീ വന്നെൻ്റെ കുഞ്ഞിൻ്റെ മേൽ കൈവയ്ക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറയുകയാണ്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുഞ്ഞ് മരിച്ചുപോയി എന്ന്.
എന്നാൽ യേശു അവനോട് പറയുന്നുണ്ട്, ധൈര്യപ്പെടുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന്. യേശു പറയുക മാത്രമല്ല, യേശു ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിനെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളതാണ്. അടുത്തതായി ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു. യേശുവിൻ്റെ പാദപീഠത്തെ വീട്ട് പറയാണ്, ദാവീദ് പുത്ര, എൻ്റെ കുഞ്ഞുമകൾ ഭൂതോദ്രവം പിടിച്ച് കിടക്കയാണ് വീട്ടിൽ. ദീർഘമായ വർഷങ്ങൾ അവൾ അങ്ങനെ കിടക്കയാണ് എന്ന് പറയുന്നു. യേശു അവളുടെ ഹൃദയത്തിൻ്റെ ഭാരം അറിഞ്ഞിട്ട് അവിടെ വിശ്വാസത്തിന്റെ വാക്കുകളെ മാനിച്ചുകൊണ്ട് നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ കുഞ്ഞിന് സൗഖ്യം വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കൽ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. യേശു ചെയ്യുന്നതൊക്കെ നന്നായി ചെയ്യുന്ന യേശുവാണ്. അതെന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ വൈദ്യന്മാരാലോ മറ്റാരാലോ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ എന്തൊക്കെയുണ്ട്? മനുഷ്യനാൽ അസാധ്യമായത് സാധ്യമാക്കി തരുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു പറയുന്നു, എൻ്റെ അടുക്കൽ കൊണ്ടുവാ. നിന്റെ പ്രശ്നങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടിയല്ല, നിന്റെ ഭാരം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടിയല്ല. അവൻ പരിഹരിക്കുവാൻ കഴിവുള്ളവനാണ്. നിന്റെ ജീവിതത്തിലെ വിഷയങ്ങൾ എന്താണ്? അത് യേശുവിൻ്റെ അടുക്കലേ കൊണ്ടിയല്ല, യേശു പരിഹരിപ്പാൻ വിശ്വസ്തനാണ്. അതെ, യേശുവിൻ്റെ അടുക്കൽ ആരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അവർക്കെല്ലാം പരിഹാരങ്ങൾ ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശു ആ യൗവനക്കാരൻ്റെ ഭൂതത്തെ ശാസിച്ചു, അവൻ സൗഖ്യമുള്ളവനായി തീർന്നു. അപ്പനും മകനുമായി ബന്ധപ്പാടോടുകൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു എങ്കിൽ അവർ മടങ്ങിപ്പോകുന്ന എത്രയോ സന്തോഷത്തോടെയാണ്. സുബോധമുള്ള ഒരു മകനായി, സന്തോഷമുള്ള ഒരു മകനായി, ഭാരം തീർന്ന ഒരു ഹൃദയത്തോടുകൂടെ ആ പിതാവിൻ്റെ ജീവിതത്തിലെ സന്തോഷം നോക്കൂ. അതെ, നീ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ നിന്റെ സന്തോഷം നിറയുമാറ് പ്രവർത്തിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ അവൻ കഴിവുള്ള കർത്താവാണ്. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞു. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ യേശുനാഥൻ പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസം യേശുവിൻ്റെ പക്കലാണ്. യേശുവിന് മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുള്ളൂ. അതെ, ഈ ദിവസങ്ങൾ നീ കടന്നു പോകുന്ന വിഷയം എന്താണ്? യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുമോ? യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമോ? വിശ്വാസത്തോടെ യേശുനാഥനോട് പറയുമോ? ആരാലും പ്രവർത്തിപ്പാൻ കഴിയാത്ത, ആരാലും സൗഖ്യമാക്കുവാൻ കഴിയാത്ത മേഖലകളെ കർത്താവിന് വിടുവിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലൂ. എല്ലാം അവൻ നന്നായി നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രശ്നങ്ങൾ, മനുഷ്യനാൽ അസാധ്യമായത്, ആരാലും സൗഖ്യമാക്കുവാൻ കഴിയാത്തത് അങ്ങേക്ക് കഴിയുമല്ലോ. നിന്റെ ജനത്തിന്റെ വിഷയങ്ങളെ പരിഹരിച്ച് നീ അവരെ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ സാമുവേൽ.